നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒന്ന്, ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധക്കാണ്. എടപ്പള്ളി ടോളിൽ നിന്ന് തൃക്കാക്കര അമ്പലത്തേക്ക് പോകുന്ന വഴിയിൽ പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ അവിടെ നിന്ന് നേരെ കുസാറ്റിലേക്ക് പോകാം. വെള്ളം പൊട്ടി, പിന്നെ പൈപ്പ് പൊട്ടി വെള്ളം പോയിട്ട് 2-3 ദിവസമായിരുന്നു നാട്ടുകാരെ പരാതി. അവർക്ക് അവർ പരാതി അയച്ചിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ആ പൊട്ടി പൈപ്പ് നന്നാക്കണം, അല്ലെങ്കിൽ ആ പ്രദേശം മുഴുവൻ നടന്നുകൊണ്ടിരിക്കണം. വലിയ പൈപ്പാണ് പൊട്ടിയത്, അതല്ല. പിന്നെ അതുപോലെ അവിടെ നിന്ന് മരോട്ടിച്ചോട്ടിലേക്ക് പോകുന്ന പൈപ്പ് ലൈൻ റോഡും വളരെ ഗതാഗത തിരക്കുമുണ്ട്. അതൊക്കെ പരമാവധി ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. മറ്റൊന്ന്, ചന്ദ്രശേഖർജി പറഞ്ഞു മുസ്ലിം വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് മുസ്ലിം മന്ത്രിമാരും ഇല്ലാത്തത്. 2 ചോദ്യമാണല്ലോ സാറേ. ഒന്ന്, മുസ്ലിം മന്ത്രി ഉണ്ടാകണമെങ്കിൽ എം പിമാരുണ്ടാകണം. എം പിമാരുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യണമെങ്കിൽ അവർ സ്ഥാനാർത്ഥിയാണ്ടേ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ വോട്ടുകൾ ചെയ്യും. വിഡിത്തരം പറഞ്ഞാൽ കണക്കില്ല സാർ. ഒന്ന് കുറച്ച് ശ്രദ്ധിക്കുക. കേൾക്കുന്നത് മുഴുവൻ മണ്ടന്മാരാന്ന് വിചാരിക്കരുത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമുദായത്തിൻ്റെ മണ്ടത്തരത്തെക്കുറിച്ചാണ്. പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യയിലെടുത്ത് ഒരൊറ്റ മുസ്ലിം പോലും ബുദ്ധിയില്ല എന്ന് ചിന്തിക്കുന്നത്. ഞാനത് കാര്യകാരണ സഹിതം പറയാം. പിന്നെ പെണുങ്ങിയിട്ട് കാര്യമില്ല. ഒന്ന്, ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പ് മൂലം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കി ഫത്വ അല്ലെങ്കിൽ വ്യാഖ്യാനം കൊടുത്തു. ഉലമാക്കളും ഉമറാക്കളും ഭരണാധികാരികൾ, ഉലമാക്കൾ, പുരോഹിതന്മാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കി. അതാണ് മുസ്ലിം സമുദായം ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കാനുള്ള പല കാര്യങ്ങളും ഒരു മെയിൻ കാരണം. കാരണം ബ്രിട്ടീഷ് നമുക്ക് എതിർപ്പുണ്ടാകാം, അവർ നമ്മുടെ രാജ്യം കൈയടിക്കുക, അതിൽ ഒരു സംശയമില്ല. അവർ 100% എതിർക്കണം. പക്ഷെ ഭാഷ എന്ത് ചെയ്തു? ഏത് ഭാഷ? നമ്മൾ സംസ്കൃത സർവകലാശാല തുടങ്ങി, നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഏത് ഭാഷ ആര് എവിടെ പഠിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതേ സ്ഥാനത്ത് അറബിക് സർവകലാശാല തുടങ്ങിയതിനെ കുറിച്ച് ആൾക്ക് പരാതിയുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാണെന്ന് ഫത്വ ഇറക്കിയത് ഈ മുസ്ലിം സമുദായത്തിലെ ഉലമാക്കൾ, ഉമറാക്കൾ ഉൾപ്പെടുന്ന, ഞാൻ ഉൾപ്പെടുന്ന സമുദായത്തിലെ വിഡ്ഢികളെക്കുറിച്ച്, മണ്ടന്മാരെക്കുറിച്ച് ഞാൻ ഇന്ന് ദുഃഖിക്കുകയാണ്. അത് കഴിഞ്ഞു പോയി. ഇറ്റ്സ് ഗോൺ. അത് കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിച്ചു. അതിനുശേഷം 1947 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കി. അത് മുസ്ലിം നേതാക്കളാണല്ലോ. അത്രയേക്കാളും വലിയ ഒരു അട്ടറിൽ ഫെയിലിയർ കാര്യം ലോകത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. 100 വർഷം പഴക്കമുള്ള സംഘപരിവാർ ഇന്ന് ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും എത്തി. 1980 തുടങ്ങി BJP രാജ്യം ഭരിക്കുന്നു ഏത് ഒറ്റക്ക്. 48 തുടങ്ങിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതമ്പതിച്ച് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതമ്പതിച്ച് പോയി. എല്ലാവരും മുമ്പിലും നാണം കെട്ടുപോകണം. കാരണം ജമാഅത്ത് ഇസ്ലാമി പോലും LDFയുടെ കൂടെ ആണെങ്കിൽ കുഴപ്പമില്ല. മുസ്ലിം ലീഗോ അല്ലെങ്കിൽ UDF ചേർന്നാൽ അത് കുറ്റം പറയും. അതൊക്കെ പറയാനുള്ള ഒരു പ്രധാന കാരണം ഈ മുസ്ലിം ലീഗ്, മുസ്ലിം എന്ന പേര് ഉപയോഗിക്കുന്നതാണ്. ജാതിക്ക് പുറത്തു വന്ന് ഒരു ദേശീയ ധാരയിൽ ഉണ്ടെങ്കിൽ ഇന്ന് അവർക്ക് ഇന്ത്യയിൽ 2ാമത്തെ 3ാമത്തെ പാർട്ടിയാകായിരുന്നു. കാരണം മുസ്ലിം ലീഗിനെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വിഡ്ഢികളോട് പറയാണ്, 1/3 ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ. 3 പേര് മാറ്റിയിരുത്തിയാൽ ഒരാൾ ന്യൂനപക്ഷമാണോ വിഡ്ഢികളെ? മുസ്ലിങ്ങൾ മാത്രമേ. അപ്പോൾ അങ്ങനെയുള്ള ന്യൂനപക്ഷ പാർട്ടിയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ന്യൂനപക്ഷ പാർട്ടിയാണെങ്കിൽ പിടിച്ചു നിൽക്കായിരുന്നു. ഇവിടെ ഈ 1/3 ജനസംഖ്യകൾ ഏത് പാർട്ടി ആൾക്കാരും ഇന്ത്യയിലുള്ള BJPക്കുണ്ടോ, കോൺഗ്രസിനുണ്ടോ, കമ്മ്യൂണിസ്റ്റിനുണ്ടോ? 10-20 പാർട്ടി ജാതികൾ ചേരുമ്പോഴാണ് അവർക്ക് ഈ 1/3 കിട്ടുന്നത്. ഇത് 1/3 ഇന്ത്യയിൽ ജനസംഖ്യ അനുസരിച്ച് 1/3 ന്യൂനപക്ഷങ്ങൾ, പഞ്ചാബ്, സിഖ്, ക്രിസ്ത്യൻ ഉൾപ്പെടെ. അതിന് നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗാണ്. 20% മുസ്ലിങ്ങൾക്ക് ലീഗ് നേതൃത്വം കൊടുത്തെങ്കിൽ ഇന്നവർക്ക് 2ാമത്തെ 3ാമത്തെ കക്ഷിയാകായിരുന്നു. ഇന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി ആകായിരുന്നു. ഇന്നും കുഞ്ഞാക്കായൊക്കെ കയ്യെ കാലം പിടിച്ച് നടക്കല്ലേ. ഈ വെള്ളാപ്പള്ളിയൊക്കെ ഇന്നും വെള്ളാപ്പള്ളി പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, നിരന്തരമായ ഇതാണ്. നിങ്ങൾ മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ ധാരയിലായിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കാൻ വെള്ളാപ്പള്ളി ധൈര്യക്കോ? കാരണം 1/3 ജനസംഖ്യയുടെ അവകാശികളാണ് നിങ്ങൾ.
ഇന്ത്യൻ ജനങ്ങളിൽ 1/3 ന്യൂനപക്ഷങ്ങളുടെ അവകാശം സാധനമാണ്. നിങ്ങളപ്പോഴും മുസ്ലിം പേര് ഉപയോഗിച്ചു. അതൊക്കെ ഒരു വഞ്ചനയല്ലേ? ആ മുസ്ലിം പേര് ഉപയോഗിച്ച് നിങ്ങൾ മലപ്പുറത്ത് കുറച്ച് സീറ്റ് നേടാൻ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാമെന്നല്ലാതെ ഈ സമുദായത്തിൽ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞ് 100 വർഷമായില്ലിപ്പോൾ? 42 ഇത്ര വർഷമായി, 70 വർഷം കഴിഞ്ഞില്ലേ? 3/4 നൂറ്റാണ്ട് കഴിഞ്ഞില്ലേ? എന്ത് നേടി നിങ്ങൾ ഇന്ത്യയിൽ? ഇത് ഞാൻ പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യമല്ലേ? ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. 1969 കൊച്ചിയിലെ വിമാനത്താവളം എറണാകുളം ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് മാറ്റേണ്ടി വരും. മാറുമെന്നല്ല, മാറ്റേണ്ടി വരുമെന്ന് എൻ്റെ പ്രസ്താവന മാതൃഭൂമിയിൽ വന്നപ്പോൾ എനിക്ക് ഭ്രാന്തമഞ്ഞ എൻ്റെ ആൾക്കാർ ഞാൻ അറിയുന്നവർ, ഞാൻ ചിരിച്ചുള്ളൂ. അവർക്കത് പറഞ്ഞ് ശരിയാണ്, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്ന് ആ വിമാനത്താവളം 25 വർഷം കഴിഞ്ഞില്ലേ? ഇനി ആ വിമാനത്താവളം അവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട് 2045 പണി തുടങ്ങി 2050 ഉദ്ഘാടനം ചെയ്ത സാഹചര്യം വന്നേക്കാം. അത് ഐലൻഡിലേക്ക് വീണ്ടും വരും. ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൊമസ്റ്റിക് അവിടെ നിൽക്കും. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടാകാം. ഇന്ന് കൂടി ഞാനൊരു പാർട്ടിയായിട്ട് സംസാരിച്ചു. വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD ആയിട്ട് ഞങ്ങൾ മണിക്കൂറോളം ഇത് സംസാരിച്ചു. അദ്ദേഹത്തെ എന്നെ കണ്ടു വിടുന്നില്ല. എനിക്ക് അങ്ങനെ നിൽക്കാനും സമയമില്ല. എങ്കിലും എന്നാലും ഒരു 1-1.5 മണിക്കൂർ എടുത്തു ഈ ഇതുപോലെ കാര്യങ്ങൾ. അപ്പോൾ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലോക്കൽ നാഷണൽ എയർപോർട്ട് നെടുമ്പാശ്ശേരി മാറ്റാൻ പറ്റില്ല, അവിടെ നിൽക്കട്ടെ. മറ്റത് ഐലൻഡിലേക്ക് 2 കാരണം. ഒന്ന്, ഐലൻഡ് അപ്പോഴേക്ക് വിജനമാകും. ഐലൻഡ് ഒന്നുമില്ലാതെ വരും, വെറും കാലി സ്ഥലമാവും. അപ്പോൾ 10,000-10,000 ഏക്കർ എടുക്കാൻ സൗകര്യമുണ്ട് അവിടെ. പിന്നെ കടൽ തീരാതിട്ട് വെള്ളപ്പൊക്കം പ്രതീക്ഷ, പിന്നെ സുനാമി വന്നല്ലോ, അതിപ്പോൾ ലോകാവസാനം പോയില്ലേ, അത് മാറിയേക്കാം. നമ്മുടെ വിഷയം അതല്ല, അത് അധികം കൂടുതൽ വരുന്നില്ല. മറ്റൊന്ന്, 1999 അങ്കമാലി ഒരു മെഗാ ബൈപ്പാസ് വേണം എന്ന് പറഞ്ഞ് ലോകത്തെ ആദ്യമായിട്ടാണ് മെഗാ ബൈപ്പാസ്. 8 പാത ഇന്ത്യയിൽ 2ാമത്തെയാണ്. നോയിഡ ന്യൂഡൽഹിയാണ് 1ാമത്. പിന്നെ അതുകൂടെ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നിന്ന് ഒരു 1,200 കിലോമീറ്ററുള്ള 12 പാത ഓടിക്കുന്ന, അതിൽ 10 കിലോമീറ്റർ ഉദ്ഘാടനം പറയുന്നുണ്ട്. അങ്ങനെ പ്രചാരത്തിൽ വരുന്നില്ല. അപ്പോൾ 2ാമത്തെ 8 പാതയായിരിക്കും അങ്കമാലി അരൂർ മെഗാ ബൈപ്പാസ്. ബൈപ്പാസിനുള്ള ബൈപ്പാസ് ഇന്ത്യയിൽ ആദ്യമാണ്. കാരണം സൂപ്പർ ടാക്സ് കൊടുക്കും പോലെയാണ്. അത് ഏതാണ് 95 പറഞ്ഞ് 2025 ഒരു ഓർഡർ ആയത്. അതും ഭാഗ്യമായിട്ടാണ്. നമ്മൾ പറഞ്ഞ പോലെയൊന്നുമല്ല. നമ്മൾ പറഞ്ഞ അങ്കമാലിയിൽ നിന്ന് എയറോനോട്ടിക്കൽ സർവേ പ്രകാരം പോയി 30 കിലോമീറ്റർ ഉള്ള അരൂർക്ക്, അല്ലെങ്കിൽ അരൂരിൽ നിന്ന് അങ്കമാലിക്ക്. അത് വളച്ച് തിരിച്ച് ചിലവർ സ്വാതാല്പര്യം നോക്കി ഗ്രാമീണ റോഡാക്കി 45 കിലോമീറ്റർ ആക്കി വളച്ചിട്ടാണ് പോകുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ ലൂല് പോലെയൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും കച്ചവടം നഷ്ടപ്പെടരുത്. ഈ 40 കിലോമീറ്റർ ഓടി ആൾക്കാർ അങ്ങോട്ട് പോകില്ല, വീണ്ടും ഇതിൽ തന്നെ പോകും. അതൊക്കെ അങ്ങനെ ചില സ്വാർത്ഥ താല്പര്യം. മറ്റൊന്ന്, അത് 1975 മറൈൻ ഡ്രൈവ് ഇല്ല. അന്ന് സുഭാഷ് പാർക്കുണ്ട്. സുഭാഷ് പാർക്കിലേക്ക് നമ്മൾ വൈകിട്ട് പോയി ഇരിക്കുമ്പോൾ ഇങ്ങനെ വൈപ്പിലേക്ക് നോക്കുമ്പോൾ വിജനം കിടക്കല്ലേ, വിദൂരതയിൽ സ്വപ്നം കണ്ടിട്ടുണ്ട് നമ്മൾ. അവിടെ വൈപ്പിൽ നിന്ന് കോട്ടൂരിലേക്ക് കടലിൽ അടിയിലൂടെ മുകളിൽ കൂടി പാലം വന്നാൽ എങ്ങനെ ഇരിക്കുന്നൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അത് സ്വപ്നമായിരുന്നു, യാഥാർത്ഥ്യമല്ല. പക്ഷെ അതിപ്പോൾ യാഥാർത്ഥ്യമായിട്ട് ഈ വർഷം അവസാനം കല്ലിടാൻ പോവാണ്. 110 അടി താഴത്ത് കൂടി പാലം പോവാണ്, വെൽഡ സൗകര്യം. അതിനേക്കാൾ ഉപരിയാണ് നമ്മളിപ്പോൾ തലസ്ഥാനം മധ്യകാലത്ത് വേണമെന്ന് പറഞ്ഞ് ശ്രമം നടത്തിക്കൊണ്ട് തലസ്ഥാനം മാറ്റുന്ന കാര്യം പോളിസി മാറ്റർ ഉണ്ട്, അത് ബുദ്ധിമുട്ടാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയ അറിവനുസരിച്ച് നമ്മൾ സെക്രട്ടേറിയറ്റ് അനക്സ് മാറ്റാൻ പോലുള്ള സമരമാണ്. അത് ഏതാണ്ട് നടക്കും, അതിന് വർഷങ്ങളെടുക്കും. ഇപ്പം ഇത് ഇത്രയും കാര്യം പറഞ്ഞ് ഒരാളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് വരാനുള്ള കാര്യം പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ? പിന്നെ എന്താ പറയുക, കഴിഞ്ഞ കാര്യം എടുക്കണം. കഴിഞ്ഞ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ കാര്യവും ജമാഅത്ത് മറ്റേതൊക്കെ പറഞ്ഞത്. അതുപോലെ ഒരു കാര്യം പറയാം, അത് മറ്റൊന്നുമല്ല. മുസ്ലിം സമുദായം ഇന്ത്യയിൽ ഇന്ന് അന്നത്തെ മുസ്ലിംകൾ അപേക്ഷിച്ച് ഇന്നത്തെ മുസ്ലിംകൾ യാതൊരു ദീർഘവീക്ഷവും ഇല്ല, ബുദ്ധിയില്ല, മണ്ടന്മാരാണ്. ഞാൻ ഉൾപ്പെടെ പറഞ്ഞേ തീരുമോ? കേട്ടോളൂ എന്താണെന്നുള്ളത്. 1992 ബാബരി മസ്ജിദ് പൊളിച്ചു. ഇന്നലെ 25-ാം തീയതി പ്രധാനമന്ത്രി വന്ന് കൊടി കയറ്റി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുസ്ലിം സമുദായത്തെ ഉലമാക്കളെ ഉമറാക്കളെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇസ്ലാമിൽ അന്യവരുടെ വസ്തുവിൽ പ്രവേശിക്കാൻ നമുക്ക് ഒരേ ഒരു അവകാശം ഉള്ളത് വെച്ചാൽ നിർബന്ധമായ നമസ്കാരം, പ്രാർത്ഥന.
മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി നിർബന്ധ പ്രാർത്ഥനയുണ്ട്. അതിന് നമ്മൾ ഫറള് നമസ്കാരം എന്നാണ്. അത് 5 പ്രാവശ്യം നമസ്കാരം. അതിൻ്റെ ഒകത്ത് എന്നാൽ അവൽ സമയം എന്ന് വെച്ചാൽ കൃത്യസമയം അങ്ങോട്ട് കഴിയാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഒരാൾ പറമ്പിൽ പെട്ടുപോയാൽ അവിടെ നിന്നിട്ട് കൈ കെട്ടിയിട്ട് നിൽക്കാൻ അവിടെ നിൽക്കാന്ന് പാടില്ല. നെയ്ത് കൈ കെട്ടിയിട്ട് ഇത് പ്രതിജ്ഞ ചൊല്ലിയിട്ട് നടക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഒരാളുടെ ഭൂമിയിൽ പ്രവേശിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പം പിന്നെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ ഏത് ദേവാലയം പൊളിച്ച് പണിയോ? എല്ലാ ദേവാലയങ്ങളും ദൈവത്തിൻ്റെ. ഇത് ലോകം ബ്രഹ്മാണ്ട കട മുഴുവൻ അള്ളാഹുവിൻ്റെ അല്ലേ. അപ്പോൾ എല്ലാ ദേവാലയങ്ങളും അള്ളാഹുവിന് തന്നെയാണ്. പല പുഴയും കടലിൽ ചേരും പോലെ പല വിശ്വാസങ്ങളിലും ഏകത്തിൽ ഒന്ന് അവസാനിക്കുകയാണ്. അപ്പം ഒരു കാരണവശാലും ഒരു ഭരണാധികാരി, അന്നത്തെ പ്രത്യേകിച്ച് മുസ്ലിം ഭരണാധികാരി ഒരു ദേവാലയം പൊളിച്ച് മറ്റൊരു ദേവാലയം പണിയില്ല, പ്രത്യേകിച്ച് മുസ്ലിം പള്ളി പണിയില്ല. അത് 100% കറക്റ്റാണ്. ഇനി ഈ ഭരണാധികാരിക്ക് അറിവില്ലെങ്കിൽ പിണറായി സർക്കാർ ഉപദേശിക്കുമ്പോൾ ഉപദേശ സമിതിയുണ്ട്. എല്ലാ മേഖലയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രത്യേകം ഉപദേശ സമിതിയുണ്ട് മന്ത്രിമാർക്ക്. ആ ഉപദേശ സമിതിയിൽ ബുദ്ധിയുള്ളവരുണ്ടാവും, അറിവുള്ള അവരും സമ്മതിക്കില്ല അങ്ങനെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ കയറി വരുന്ന വഴിയിൽ നമ്മുടെ മരുവൻ അവിടെ സദസ്സിൽ ഇരിക്കുകയാണ്. നമ്മൾ കണ്ട എഴുന്നേൽക്കണം, പക്ഷെ അവൻ എഴുന്നേൽക്കുക നമുക്കറിയാം. അപ്പോൾ സദസ്സിൽ വരുമ്പോൾ തന്നെ നമ്മളെന്താ അവനോട് ഇരുന്നോ എന്ന് പറഞ്ഞാൽ നമ്മൾ സദസ്സിൽ നാണം കിടുമോ? നമ്മൾ കണ്ട അനുസരിക്കാത്ത വരുവനാണെന്ന് ആൾക്കറിയോ? അറിയില്ലല്ലോ. അതുപോലെ ഇതൊരു ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു തട്ടിപ്പാണെന്നും വഞ്ചനയാണെന്നും നിഗൂഢ രഹസ്യമാണെന്നും മനസ്സിലാക്കാൻ പറ്റാതെ എന്തേ മുസ്ലിം സമുദായത്തിലെ നേതാക്കൾ പോയി. എന്തൊരു വാശിയാണ്, എതിർപ്പ്. എത്രയുള്ള സ്ഥലം കണ്ടേ. ഒരിക്കലും ഇത് നടക്കാൻ സാധ്യമില്ലാത്ത കാര്യം സത്യമല്ലെന്നറിയാം. അപ്പോൾ എന്തുകൊണ്ട് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അതെ ശരി ഒരു ചാൻസ് ആർക്കും പറ്റുന്നില്ല, ഒരു തെറ്റ് ആർക്കും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ചാൻസ് ഒരു പള്ളിയിലുള്ളൂ. അതെ നിങ്ങളെടുത്തോ, നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് വേറെ പണിതാൽ മതി. അന്ന് അങ്ങനെ ചെയ്തെങ്കിൽ സ്വർണ്ണത്തിൽ പള്ളി പണിത് വരും. സ്വർണ്ണം കൊണ്ട് പള്ളി പണിത് തന്നെ. അന്ന് BJP ഗവൺമെൻറ്റില്ലോ കോൺഗ്രസ് ഗവൺമെൻറ്റില്ലേ ചന്ദ്രശേഖരൊക്കെ പ്രാന്തം വഹിക്കുമ്പോൾ എന്ത് വേണേൽ ചെയ്യരുത് നിങ്ങളെ സമ്മതിച്ചാൽ. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്വർണ്ണത്തിൽ പണി തരാം എന്ന് വെച്ചാൽ അത്ര കാര്യമായിട്ട് പറഞ്ഞാണ്. BJP ഒന്ന് തട്ടിപ്പായി പോയി, കാരണം അനുഭവിച്ചു നടത്തില്ലല്ലോ. പക്ഷെ എന്ത് ചെയ്യും നമ്മുടെ മുസ്ലിം സമുദായമില്ല. അതിന് പകരം 10,000 ആൾക്കാരെ കൊന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നാശം വരുത്തി അവസാനം നിർബന്ധി പൊളിച്ച് പള്ളി പണിത് ഭരണം കിട്ടി. എവിടെയുടെ ബുദ്ധി? ഹിക്മത്തിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രവാചകൻ്റെ യുക്തിയെ കുറിച്ചൊക്കെ തന്ത്രത്തെക്കുറിച്ചൊക്കെ. ആ പ്രവാചകൻ്റെ ആളുകളെ നിങ്ങളോട് ചോദിക്കുകയാണ്, എവിടെ പോയോ നിങ്ങളുടെ ബുദ്ധി? ഞാൻ പല സന്ദർഭങ്ങളും എങ്ങനെതിരായിട്ട് പറഞ്ഞത് അങ്ങ് വിട്ടുകൊടുക്കും. പക്ഷെ അന്നൊക്കെ വിട്ടുകൊടുത്ത് പരസ്യമായിട്ട് പറഞ്ഞാൽ എൻ്റെ കല്ലെറിയും. അവർ RS കാരനാണെങ്കിൽ BJP ചാരനാന്ന് പറയും. ഇപ്പം എന്ത് പറ്റി? എല്ലാം നശിച്ച് എത്രയോ ജനങ്ങളെ കൊന്ന്, എത്ര സ്വത്ത് കളഞ്ഞ്, മുസ്ലിം സമുദായം മൊത്തത്തിൽ ദരിദ്രവാസിയാക്കി, സാമ്പത്തികമായിട്ട് തകർത്ത് കളഞ്ഞ് ഇത് അമ്പലവും പണിത് ഭരണം കയറി. അവർ ബുദ്ധിയോടെ കളിച്ചത്. അവർക്ക് അല്ലാതെ ഭരണം കിട്ടില്ല എന്നറിയാം. ഇപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞു വരാനുള്ള കാരണം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ ഒരു 25 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പറയാം മൊയ്തീൻ ഷാ പറയും ശരിയാണല്ലോ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഒരു മുന്നറിയിപ്പായിട്ട് തരാണ്. ഇത് ഉൾക്കൊള്ളാൻ സാധ്യത വളരെ കുറവാണ്. അത് ഉൾക്കൊള്ളണമെങ്കിൽ ദീർഘവീക്ഷണം വേണം, ബുദ്ധി വേണം, അപാര അള്ളാഹുവിന് അനുഗ്രഹം വേണം. നമുക്കറിയാൻ പറ്റുന്ന കാരണം മറഞ്ഞ കാര്യങ്ങൾ അറിയിക്കുന്ന അള്ളാഹുവിന് അനുഗ്രഹം. ഓഹിയൊന്നും ഇല്ലല്ലോ, പ്രവാചക ശേഷം ഓഹി പോയി. ഇത് നമ്മൾ നിരന്തരമായി അള്ളാഹുവായിട്ടുള്ള ബന്ധത്തിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കണ്ണീര് വാർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവാണ് സത്യം നിൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കും ഏതാണ് ശരിയെന്ന്. നമുക്കൊരു സംശയം വന്നാൽ ഞാനൊക്കെ ചെയ്യുന്നത് ഒരു കാര്യത്തിൽ നമുക്കൊരു സംശയം വന്നു, ഒരു മധ്യസ്ഥ വഹിച്ചു സംശയം വന്നു, ഉടനെ നമ്മൾ അന്ന് രാത്രി അന്ത്യയാമത്തിൽ നമസ്കാരത്തിന് ശേഷം കരഞ്ഞ് അള്ളാഹുവോട് ദുആ ചെയ്യും, പടച്ചോനെ ഇതിൻ്റെ സത്യവും അസത്യവും മനസ്സിലാകുന്നില്ല എനിക്ക്, ഞാൻ സാധാരണക്കാരനായി പോയി, നീ വലിയവനായിപ്പോയി, നിൻ്റെ അനുഗ്രഹം കൊണ്ട് മനസ്സിൽ തോന്നിപ്പിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് അന്ന് രാത്രി തന്നെ കിട്ടും ഏതാണ് ഉത്തരം എന്നുള്ളത്. പലരും തീർക്കാത്ത കേസുകളൊക്കെ നമ്മൾ അനുഭവം തീർത്തുണ്ട്. ഞാൻ വലിയ ആളായിട്ട് പറഞ്ഞല്ല. അതുപോലെ തന്നോട് പറഞ്ഞ് താൻ വിളിക്കാൻ പറയും. ഇതൊക്കെയല്ലേ യുക്തി. ഇനി വേറൊരു കാര്യമുണ്ട്. ഇന്നത്തെ ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ ഭരണത്തെ നിങ്ങൾ പിണിങ്ങാലും കൊള്ള തല്ലിക്കൊന്നാലും കൊള്ള, എനിക്ക് കൊന്നാൽ എനിക്ക് സന്തോഷം, അതിനുവേണ്ടി മരിക്കണം. ഈ കത്തോലിക്ക കോൺഗ്രസ്, ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം വിചാരിച്ചാൽ ഇതൊക്കെ സാധിക്കില്ല.
ഞാൻ വീണ്ടും പറയണം, ഈ കത്തോലിക്ക കോൺഗ്രസും ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിചാരിച്ചാൽ നടക്കില്ല. അവരോടുള്ള മെയിൻ കക്ഷികൾ കേരളത്തിൽ അവരും മറ്റൊരു അതിന് ഒരുപടി കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഒറ്റ കാരണം ഞാൻ മാത്രമേ ബാക്കിയൊന്നും ഈ സമയത്ത് പറയാൻ പറ്റില്ല. നമ്മുടെ സമയം തീരെ 1.5 മണിക്കൂർ മാക്സിമം അല്ലേ. ഒറ്റ കാരണം, കോൺഗ്രസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ അതിനുശേഷം കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി ജയപ്രകാശ് നാരായൺജി ഒരു ശ്രമം നടത്തി. കോൺഗ്രസ്സുകാരെ, ലീഗുകാരെ, കള്ളന്മാരെ, രാജ്യദ്രോഹികളെന്ന് പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. ഇത്ര കാലമായിട്ടും എന്താണ് അദ്ദേഹം ചെയ്തത്? കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒരു ജനതാ പാർട്ടി എന്ന് പേരുണ്ടാക്കിയ പാർട്ടി ഭരിച്ചു വർഷങ്ങളോളം. നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? BJP ഒഴിച്ച് ബാക്കി എല്ലാവരും ചേർത്ത് ഒരു മുന്നണി, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ കള്ളന്മാരായ വഞ്ചകരായ ഈ കോൺഗ്രസ്, കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾക്കും ഈ മുസ്ലിം ലീഗിൻ്റെ നെറികെട്ട നേതാക്കൾക്കും പറ്റുന്നുണ്ടോ? ചിന്തയിൽ പോലും വരുന്നുണ്ടോ? എത്ര വർഷമായി ഞങ്ങളിത് പറഞ്ഞു കൊടുക്കിയിട്ട്. വേറൊരു മാർഗമില്ല, വേറെ ഒരു വഴിയില്ല. എല്ലാവരും കൂടി സംഘടിപ്പിച്ചാൽ പോലും സാധ്യമില്ല. കാരണം കോൺഗ്രസ്സിൽ എതിർക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒരു കൈയായിരുന്നു. പക്ഷെ സംഘപരിവാറിൻ്റെ ഭരണം എതിർക്കാൻ പാർട്ടികൾ പലർക്കും ഒരു കൈയല്ല. നീ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയത്തിന് കൂടിയില്ല. അതുപോലെ നിങ്ങൾ നമുക്ക് ശ്രമം നടത്തായിരുന്നല്ലോ. ആ ശ്രമം നടത്തിയോടോ കോൺഗ്രസ്, നടത്തിയോടോ ലീഗുകാരെ? നടത്താതെ നിങ്ങൾ ലീഗുകാർ പറഞ്ഞുണ്ടെങ്കിലും കള്ളത്തിലാണ്. അല്ലെങ്കിൽ മാണി കോൺഗ്രസ് നിങ്ങൾ എന്തുകൊണ്ട് വിട്ട്? അറബിക് സർവകലാശാല എന്ത് തുടങ്ങിയില്ല വഞ്ചന കാണിച്ച്? എന്നിട്ട് ഇപ്പോൾ വോട്ട് തണ്ടി നടക്കാണ് മുസ്ലിം ലീഗിൻ്റെ പേരും പറഞ്ഞ്. നിങ്ങൾ വളർന്ന എവിടെ മുസ്ലിം ലീഗിൻ്റെ പേര് വെച്ച് രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ എത്ര വളരും? ആകെ 20% ഉള്ളൂ മാക്സിമം. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോട്ടെ, മാക്സിമം 20% രാജ്യം ഭരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കൂടെ ആ മുസ്ലിം പേരിലിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി ആരെങ്കിലും കൂടെ വരുമോ? ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, ഇന്ത്യയിൽ മുസ്ലിമാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ ഇനി മുസ്ലിം പേര് വേണ്ട. ദേശീയ ധാരയിലുള്ള പേരിട്ടാൽ പോലും ഈ ദളിതുകൾ പോലും നിങ്ങളുടെ കൂടെ വരില്ല. പിന്നെ മൊയ്തീൻ ഷായുടെ കൂടെ വരില്ല, ഞാൻ കൂടെ വരില്ല. ദളിതുകളോ പിന്നെ മറ്റു മുന്നോക്കിയാതെ വരുമോ? പിന്നോക്കൽ വരുമോ? ഈഴവൻ വരുമോ? നായർ വരുമോ? ഇല്ല. അതാണ് അവസ്ഥയെങ്കിൽ നിങ്ങൾ ലീഗിൽ വെച്ചാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരെ മാത്രം ഒരു വളർത്തി നിർത്തിയിട്ട് ആനുകൂല്യം പറ്റാതെ നിങ്ങൾ മലപ്പുറം കാണുന്നുള്ളൂ, ഇന്ത്യ കാണുന്നില്ല. മുസ്ലിം ലീഗിലെ കുഞ്ഞാക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ കാണുന്നത് ആ മലപ്പുറം ജില്ല മാത്രമേ കാണുന്നുള്ളൂ, അല്ല അത് അപ്പുറത്ത് രാജ്യമുണ്ടെന്നും കാണുന്നില്ല. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടി, അല്ലെങ്കിൽ പാർട്ടി രൂപീകരിച്ചിട്ട് 75 വർഷം കഴിഞ്ഞിട്ട് ഡൽഹിയിൽ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയത്. 75 വർഷം പിടിച്ചില്ലേ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ? ഒരു സമ്മേളനം നിങ്ങൾക്ക് ഡൽഹി നടത്താൻ പറ്റിയിട്ടുണ്ടോ? ഇന്ത്യൻ മുസ്ലിമിൻ്റെ പേരിൽ ഒരു ദേശീയ സമ്മേളനം ഡൽഹിയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് എവിടെയെങ്കിലും നടത്താൻ സാധിച്ചിട്ടുണ്ടോ? സമ്മതിക്കില്ല. അപ്പം അന്ന് കോൺഗ്രസ് സമ്മതിക്കില്ല, കാലുപിടിക്കും. ഒരിക്കൽ ഇബ്രാഹിം സുലൈമാൻ സേട്ട് തുടങ്ങി ഡൽഹിയിൽ. അന്ന് രാഹുൽ ഗാന്ധി അച്ഛൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം സേഠ്ജി കയ്യുകാലം സേഠ്ജി കുഴപ്പമുണ്ടാക്കല്ലേ ഇവിടെ പ്രശ്നമാകുമെന്ന് പറയും. പച്ചക്കൊടി കാണിക്കാൻ പറ്റില്ല. പിന്നെ എന്നാടോ ലീഗുകാരെ പച്ചക്കൊടി ഡൽഹിയിൽ വന്ന്? VP സിംഗ് ഞങ്ങളുടെ നേതാവ് VP സിംഗ് പച്ചക്കൊടി ഉണ്ടാക്കി ജനതാദൾ ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ പച്ചക്കൊടി ഡൽഹി കയറ്റിയത്. ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? ഇതൊന്നും അറിയാതെ ഉടുത്ത് ഉള്ള സുഖ സൗകര്യം ഇട്ടിട്ട് മലപ്പുറം ലീഗിൽ ഒതുക്കി കുറച്ച് കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളെയും ഒരു ഗ്യാങ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി. അത് ആ വഴിയായിട്ട് തങ്ങൾ താലവഴി വരും, ഇപ്പോൾ കുഞ്ഞാക്കാട് താലവഴി വരും. അത് ആ രണ്ടും പങ്കിട്ടെടുക്കും. അതിന് കോൺഗ്രസ് കൂട്ടുവെക്കുന്നത് അവർക്ക് ഭരിക്കുക ഈസിയായിട്ട്. അങ്ങനെ മുസ്ലിം സമുദായത്തെ നിങ്ങൾ ജാമ്യം നിർത്തി അല്ലെങ്കിൽ പിന്നെ കാണിക്ക വെച്ചല്ലേ നിങ്ങൾ ആ കുറേ ആനുകൂല്യം പറ്റിയത്. 5ാം മന്ത്രി സ്ഥാനമൊക്കെ ഉണ്ടാക്കിയാൽ നാണം കെടുത്തില്ല സമുദായത്തെ. എന്താ കാരണം? വല്ല ആവശ്യമുണ്ടോ? ആദ്യമേ ചോദിച്ച് 5 കിട്ടുമോന്നല്ലോ, അത് ചോദിച്ചില്ല. അതൊക്കെ പറഞ്ഞാൽ നീണ്ടുപോകും, ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ബുദ്ധിയുടെ അംശം ഉണ്ടെങ്കിൽ ഈ ഈ കത്തോലിക്ക കോൺഗ്രസ് കൊണ്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം കൊണ്ടും BJP താഴെയൊക്കെ സാധിക്കില്ല. മെയിൻ കക്ഷികൾ അവരൊക്കെയാണല്ലോ. പിന്നെ ഉള്ള ആരാണ്? ലാലുവിൻ്റെ മോനാണ്, ഒന്ന് മുലായത്തിൻ്റെ മോനാണ്. അവർക്ക് എന്താ ഒരു എക്സ്ട്രാ ക്വാളിഫിക്കേഷനിൽ? മുലായത്തിൻ്റെ മകൻ എന്നിൽ കഴിഞ്ഞ് എന്തെങ്കിലും അഖിലേഷ് യാദവിനുണ്ടോ രാഷ്ട്രീയപരമായിട്ടോ ഇന്ത്യൻ ചരിത്രപരമായിട്ട്? ലാലുവിൻ്റെ മോനുണ്ടോ? ഫസ്വാൻ്റെ മോനുണ്ടോ? ഫസ്വാൻ്റെ മോൻ ഇപ്പം അങ്ങോട്ട് പോയി, BJP പോയി. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, മുസ്ലിം സമുദായം ചെയ്യേണ്ടത്, പറ്റുന്നത് ചെയ്യാം.
BJP ആയിട്ടോ സംഘ് പരിവാരമായിട്ടോ ഒരു ധാരണ എത്താന്നുള്ള ആ ധാരണ എത്തിയാൽ ഈ കത്തോലിക്ക കോൺഗ്രസ് കിട്ടിയേക്കാൾ ആനുകൂല്യം കിട്ടും, ഈ ഇന്ത്യൻ ഈ മുസ്ലിം ലീഗിന് കിട്ടുന്നതിനേക്കാൾ ആനുകൂല്യം കിട്ടും മുസ്ലിം സമുദായത്തിൽ. കാരണം 20% മുസ്ലിങ്ങളുടെ ഇന്ത്യയിൽ 30 കോടിയാണ്. അതിൽ 10% 15 കോടി ഈ BJPക്ക് സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്താൽ പിന്നെ BJPക്ക് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ മുസ്ലിങ്ങളോട് ഒരു വിഷയമല്ല. അതുകൊണ്ട് പിന്നെ അവർ നശിപ്പിക്കാൻ നോക്കൂല. അങ്ങനെ നശിപ്പിക്കാൻ നോക്കുന്ന നിസ്സാര കാര്യമല്ല. അതിൻ്റെ ഫിലോസഫി ഉണ്ടോ? ഓടിച്ചോനെ നടക്കും. ഇപ്പം നിങ്ങളിപ്പോൾ 10,000 ആൾക്കാരൊക്കെ ഒന്നൊക്കെ സംഭവിച്ചില്ല. പക്ഷേ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിനും വെറുതെയാണോ എത്ര കോടി മുടക്കി എത്ര അധ്വാനം ചെയ്ത് വെച്ചത്? അതിനർത്ഥം ഓടിച്ചോനും നടക്കും. ഓഡിയോ മാത്രമല്ല, അവർ പറയും ഓടിച്ചു നടക്കും. അത് അവർക്ക് തലവേദന കുറയും. ആ മുസ്ലിങ്ങൾ ഞങ്ങൾക്കൊരു മാധ്യമല്ല എന്ന് കണ്ടാൽ പിന്നെ അവർ മുസ്ലിങ്ങളെ ഒതുക്കാൻ നോക്കില്ല. ഇതെന്താ സംഭവിക്കുന്നത്? കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റിലേക്ക് വാക്ക് കേട്ട് സംഘപരിവാറിന് BJP 100% എതിർക്കാണ്. അപ്പം പിന്നെ അവരെന്ത് ചെയ്യും? സംഘപരിവാർ എന്ന് പറയുന്നത് ഇവിടുത്തെ സവർണ ലോബിയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവരിവിടെ 10% ഉള്ളൂ, വെറും ന്യൂനപക്ഷ. ആ 10%-നെ ഈ 90% ഒരുമിച്ച് മൂത്രമൊഴിച്ചാൽ തീരാനുള്ളൂ. അതിലൂടെ അംബേദ്കറും കാൻഷിറാമൊക്കെ ശ്രമം നടത്തി. അപ്പോൾ അവർ ഭയന്നു പോയി. അവർക്ക് വേറെ പോകാൻ വഴിയില്ല. മുസ്ലിങ്ങൾക്ക് 200 രാജ്യങ്ങളുണ്ട്, 100 രാജ്യമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് 100 രാജ്യമുണ്ട്. ആകെ 300 രാജ്യം മറ്റുള്ളൂ. പക്ഷെ വേറെ എവിടേക്ക് പോകും? ഹിന്ദു സമുദായം, ഇവിടുത്തെ സവർണ സമുദായം വന്ന വഴി കാശ്മീർ കടലിൽ ഇറാനിൽ നിന്ന് വന്നാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ വേറെ മാനമില്ല. പിന്നെ നേപ്പാൾ രക്ഷയില്ല, പോകാൻ പറ്റില്ല. അപ്പോൾ അവർ ഇവിടെ തന്നെ അന്ത്യകാലം കഴിക്കണം. അവർ തലമുറകൾക്ക് ഇവിടെ സുരക്ഷ കഴിയണം. ആ സുരക്ഷിതമായി കഴിയാൻ വേണ്ടിയാണ് ഈ പാടെല്ലാം അവർ പെട്ടത്. അവർ ഒരുപടി പാടുപെട്ടു. വെറുതെ എല്ലാ സംഘപരിവാർ വളർന്നത് ഒരുപടി പാടുപെട്ട് ത്യാഗം ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇട്ട് മുസ്ലിങ്ങൾ ഞങ്ങളിതിനെതിരെ ആവില്ല തീരുമാനിച്ച് വന്നു കഴിഞ്ഞാൽ അവർ 10 മണിക്ക് പിന്നെ അവർ ശ്വാസം വിടും. ഇപ്പോൾ ശ്വാസം വിടാൻ നിൽക്കണം. നിങ്ങൾ അറിയണില്ല അവരുടെ ബുദ്ധിമുട്ട് എന്താന്ന്. ഇവിടുത്തെ പിന്നോക്ക ദളിതോ ന്യൂനപക്ഷക്കാർക്ക് ബുദ്ധിമുട്ട് പിന്നോക്ക സമുദായത്തിനാണ്. അത് അവർക്കറിയാം. അത് നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലാക്കിയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ CPIM BJP ആയിട്ട് ഒരു ധാരണ അല്ലെങ്കിൽ പരസ്പരം എതിർക്കാതെ പോകുന്നത്. രാജ്യം ഭരിക്കുന്ന കക്ഷി സംഘപരിവാർ 12 വർഷമായി ഏതൊരു ഒറ്റക്കിനെ ഭരിക്കുകയാണ്. ഇനി ആ പാർട്ടിയെ എതിർത്ത് ആ ശക്തി അല്ലെങ്കിൽ ആ സംഘടനയെ എതിർത്ത് വല്ല കാര്യമുണ്ടോ? അതൊന്നും മനസ്സിലാകുക മുസ്ലിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് ചെയ്യില്ല. അവരെ ബാബരി മസ്ജിദ് കൊടുത്തപോലെ എല്ലാം നശിപ്പിച്ച ശേഷം അവർ ബലമായിട്ട് കൊണ്ടുപോലെ എല്ലാം പിടിച്ചെടുക്കും. ഈ നിലക്ക് പോയാൽ എല്ലാം പിടിച്ചെടുക്കും. ഒരു അവകാശമില്ലാത്ത രീതിയിൽ മുസ്ലിങ്ങളാവും. മുസ്ലിങ്ങൾ മാത്രമല്ല പിന്നൊക്കെ ദളിതൊക്കെ വരും. കാരണം ഞാൻ ഉദാഹരണം പറയാം. ഞാൻ അന്ധമായിട്ട് RSSനെ അനുകൂലിച്ച് പറയുന്നതല്ല. അങ്ങനെ അനുകൂലിക്കാനുള്ള ഒരു കാര്യമില്ല. 100% തെറ്റ് തന്നെയാണ്, ഒരു സംശയക്കാര്യത്തില്ല. പക്ഷേ അതിന് ഉദാഹരണം ഞാൻ പറയാം. അയോധ്യയിൽ രാമക്ഷേത്രം ഇനിയാന്ന് ഉദ്ഘാടനം ചെയ്തു 25-ാം തീയതി. അവിടുത്തെ MP ആയിരുന്നല്ലോ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ ഒരു ദളിത്. ആ ദളിത് MP പോലും വിളിച്ചിട്ടില്ല. ഒരൊറ്റ ദളിതുമില്ല. ബ്രാഹ്മിൻസ് അല്ലാതെ വേറെ ആരുമില്ല. 8000 പേര് ക്ഷണിച്ചാൽ ബ്രാഹ്മിൻസ് മാത്രമേ ഉള്ളൂ. BJPയിലെ പിന്നോക്കരെ ചേർത്തിട്ടില്ല. BJPക്ക് പരാതിയുണ്ട്. ഇപ്പോൾ അടുത്ത അസംബ്ലി 2027 നടക്കുന്ന അസംബ്ലി ഇലക്ഷൻ പ്രധാന മുദ്രാവാക്യം എന്നറിയോ? ദളിതുകളായ അയോധ്യക്കാരായ ഞങ്ങളെ പോലും വിളിച്ചില്ല, ദളിതരെ സ്വീകരിക്കുന്നില്ല എന്നുള്ള പരസ്യം വന്നു കഴിഞ്ഞു. അതൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ. മറുവശത്ത് മുസ്ലിം സമുദായം ബുദ്ധിയുടെ അംശമുണ്ടെങ്കിൽ നിങ്ങൾ BJP ആയിട്ടോ അല്ലെങ്കിൽ സംഘ് പരിവാറായിട്ടോ ഒരു ധാരണ എത്താണ്. ഏറ്റവും എതിർ പറഞ്ഞ മംതാനി ഇപ്പോൾ അവസാനം ട്രംപ് അഡ്ജസ്റ്റ് ചെയ്തില്ലേ? ധാരണ എത്തിയില്ലേ? എന്താണ് ട്രംപ് പറഞ്ഞത്? ഞാൻ കൊന്നുകളെയും തട്ടിക്കളയും ഒന്നും കൊടുക്കുകയും പറഞ്ഞാൽ ഇപ്പോൾ അവസാനം അവർ ഒതുക്കുകയും. അതുപോലെ എന്തുകൊണ്ട് സഹകരിച്ചുകൂടാ? നിങ്ങൾ ചെയ്യില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചെയ്യില്ല. നേതാക്കളും സമ്മതിക്കില്ല. പകരം ഇവിടുത്തെ ക്രിസ്ത്യാനി അതുപോലെ കാര്യങ്ങളൊക്കെ അവരായിട്ട് ഒത്തു പല നേട്ടം ഉണ്ടാക്കി വരും. അതിൻ്റെ ക്ഷീണം വേറെയാണ്. അതാണ് ബുദ്ധിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം. ഞാനും ഉൾപ്പെടുന്ന വെച്ചോ, ഞാൻ ബുദ്ധിമാനെന്ന് ഞാൻ പറഞ്ഞ ഒന്നുമില്ല. പക്ഷേ ഇതുപോലെ ചിന്തകരിക്കൂടെ എൻ്റെ ഗ്രൂപ്പിനുണ്ട്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പ് പറയുന്നത് ഇതാണ് എൻ്റെ ബുദ്ധി. നിങ്ങളൊരു ധാരണ എത്തുക. കാരണം ഞാൻ ധാരണ ലക്ഷ്യത്തിലുള്ള ഒന്നുമില്ല. ഞങ്ങൾ 20% ഞങ്ങൾക്ക് ആ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള എല്ലാ ആനുകൂല്യം വേണം. ഞങ്ങൾ നിങ്ങളെ പരസ്യമായിട്ട് എതിർക്കാൻ വരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടേതായ വഴി, നിങ്ങൾ നിങ്ങളുടേതായ മാർഗം എന്ന് പറഞ്ഞാൽ അവർ 100 കയ്യാലെ സമ്മതിക്കും. നമുക്ക് സമാധി ജീവിക്കുകയും ചെയ്യാം.
അല്ല, ഈ കത്തോലിക്ക കോൺഗ്രസ് കണ്ടുകൊണ്ടും ഈ ഇന്ത്യൻ മുസ്ലിങ്ങളെ കണ്ടുകൊണ്ടും നിങ്ങൾ വെറുതെ സമയം പാഴാക്കരുത്. ഒരിക്കലും അവർ ചെയ്യാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ ഒരിക്കലും BJP താഴെ വെക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ 150 കോടിയോളം ജനങ്ങളിൽ നല്ല 90%, 90%, 2%, 98% രാഹുൽ ഒരു കത്തോലിക്കായിട്ട് കാണുന്നുള്ളൂ, കാണാൻ പറ്റുന്നുള്ളൂ അവർക്ക്. ഞാൻ ഒരാൾ പറയുന്നല്ല, എൻ്റെ ഒരു ഗ്രൂപ്പ്, ഞങ്ങളുടെ ഗ്രൂപ്പ് ആകെ 30 പേരുള്ളൂ, ഞങ്ങൾ 30 പേരുള്ളൂ ഞാൻ ഉൾപ്പെടെ. അവർ വന്നല്ല, ഇന്ത്യയിൽ 145-50 കോടിയിൽ 98% പറയുന്നതാണ്. അല്ല, ഒരു മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നില്ല. അങ്ങനെ കാണുന്നുള്ളൂ, ലക്ഷത്തില്ല. അല്ലാതെ എന്ത് ഹിന്ദു അല്ലെങ്കിൽ ബ്രാഹ്മണായിട്ട് എന്ത് പാരമ്പര്യമുണ്ട്? മറ്റേ അപ്പൂപ്പൻ്റെയായിട്ട് കാര്യമുണ്ടോ? ഞാൻ എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം ഹിന്ദുക്കളായിരിക്കുമല്ലോ. അങ്ങനെ പാരമ്പര്യം നോക്ക്. തൊട്ട് മുകളിൽ അച്ഛൻ, പിന്നെ കൂടി എന്നാൽ അച്ഛൻ്റെ അച്ഛൻ. രാഹുൽ ഗാന്ധിയുടെ അച്ഛനാരാണ്? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി അച്ഛനാരാണ്? ഫിറോസ് ഗാന്ധി. അവിടെ തീർന്ന്, 2 തലമുറയൊക്കെ തീർന്ന്. പിന്നെ അപ്പുറത്ത് പോയിട്ട് കാര്യമില്ല. അതിൽ ഹിന്ദുവായിട്ട് എന്താ ബന്ധം? എന്ത് ബന്ധമുണ്ട്? ഇതാണ് BJPയുടെ പ്രചരണം നടത്തൂടെ. ഇത് കാണാൻ ലീഗുകാർക്ക് ശക്തിയില്ല, കഴിവില്ല. കോൺഗ്രസ് സ്നേഹിക്കുന്ന കുറേ കാക്കമാരുണ്ട്. അവർ ആ വോട്ട് കിട്ടിയാണ് ഈ കോൺഗ്രസ് ഇത്രയും കാലം ഇവിടെ ഭരിച്ച് സുഖിച്ചത്. എന്നിട്ട് ഈ കാക്കന്മാർക്ക് എന്ത് കൊടുത്ത്? മുസ്ലിം സഹോദരൻ, ഈ കോൺഗ്രസ് എന്ത് കൊടുത്തോ? ഇനി മൊത്തം കോൺഗ്രസ് എടുത്തു നോക്കാം. എത്ര വർഷം ഭരിച്ചു? 47 തുടങ്ങിയിട്ട് എത്ര വർഷം ഭരിച്ചു? 85% അവർ ഭരിച്ചില്ലേ? അതിൽ 1 ലക്ഷത്തോളം വർഗീയത ഉണ്ടായി ഇന്ത്യയിൽ. അതിൽ 4 കോടിയോളം ജനങ്ങൾ ചെന്ന് അതിൽ 90% മുസ്ലിങ്ങളായിരുന്നു. അന്നൊക്കെ ഭരണാധികാരി ആരായിരുന്നു? കോൺഗ്രസ് അല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 8% സ്വത്തിന് അവകാശമായിരുന്നു. അത് 1% താഴെയായില്ലേ? ആദ്യത്തെ പാർലമെൻറ്റിൽ 350 സീറ്റുള്ളപ്പോൾ 100ഓളം മുസ്ലിം MPമാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 540 ആയപ്പോൾ 24 കുറഞ്ഞില്ലേ? പിന്നെ ഈ കോൺഗ്രസ് മുസ്ലിം സമുദായം എന്ത് ചെയ്തെന്ന് ഇന്നും ജെല്ല് പറയുന്നുണ്ട്. സംഘപരിവാറിൻ്റെ പരാതിയോ മുഴുവൻ കോൺഗ്രസ്, മുഴുവൻ കാക്കമാരുടെ പാർട്ടിയായി, മുസ്ലിങ്ങളുടെ പാർട്ടിയായി, മുസ്ലിം കോൺഗ്രസ് ആയത്. എന്ത് ചെയ്തത് മുസ്ലിങ്ങൾക്ക്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? ഈ കുഞ്ഞാക്കയും പ്രതാപും കാർ പോലെ അല്ല. വടക്കേന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഈ കേരളത്തിൽ അത് ഈ വിദേശത്ത് പണം, ഈ ഗൾഫിൽ നിന്ന് കുറേ പണം വന്നുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അവിടെ കേരളത്തിലെ മുസ്ലിങ്ങൾ അതുപോലെ നിങ്ങൾ വടക്കേന്ത്യ കാണല്ലേ? ഞാനൊക്കെ ഏറ്റവും വർഷം വടക്കേന്ത്യ ചെലവഴിച്ചതാണ്. വളരെ പരിതാപകരമാണ്. ഒരു നിലക്ക് അവർക്ക് അവകാശമില്ല, ഒരു താല്പര്യമില്ല. ഇതെങ്ങനെയോ ജീവൻ ദിവസം നേരം വെളുക്കുന്നു, സന്ധ്യാവുന്നു, 7 സന്ധ്യാവുന്നു, അയാൾ കഴിക്കുന്നു. ഒരു സംഘടന സ്വാതന്ത്ര്യമോ താല്പര്യമോ ഒരു ഭാവിക്കുറിച്ച് ചിന്തയുമില്ല. അതല്ലേ അവരെ പട്ടിയെ പോലെ വഹിക്കാത്ത ധിക്കരിക്കുന്നത്. കാരണം പണമില്ലെങ്കിൽ എന്ത്? പണം ഉണ്ടെങ്കിൽ തന്നെ വിദ്യാഭ്യാസം വരും. അങ്ങനെ നിൽക്കുകയാണ് അവർ. അത് ഇനി പോകണമെന്നുണ്ടാകും ആഗ്രഹമെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ BJP ആയിട്ട് ഒരു ധാരണ എത്തി, അല്ലെങ്കിൽ സംഘപരിവാരമായിട്ട് ധാരണ എത്തിയിട്ട് നിങ്ങൾ പകുതി വോട്ടെങ്കിലും BJPക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ഡിമാൻഡ് വയ്ക്കുക. ആ ഡിമാൻഡ് അവർ അംഗീകരിക്കും. മറ്റേത് പാർട്ടിക്കാരെക്കാൾ കൂടുതൽ ആനുകൂല്യം ഞാൻ ഉറപ്പ് പറയാം. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ 2 കാര്യം മിനിമം ഉണ്ട്. ഒന്നത് മനഃശാസ്ത്രം ആയിരിക്കണം, സൈക്കോളജിസ്റ്റ്. മറ്റൊരു ഫിലോസഫിക്കൽ, തത്വജ്ഞാനായിരിക്കണം. ഇത് രണ്ടും തെറ്റുപറ്റില്ല. തത്വജ്ഞാനപരവും മനഃശാസ്ത്രപരവുമായ ഒരു ബേസായിരിക്കും നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ. ഞങ്ങളിത് വർഷങ്ങളായിട്ട് പഠിച്ച് ചെയ്ത് എന്താണ് ഒരു പരിഹാരമെന്ന് കണ്ട് വർഷങ്ങളെടുത്ത തീരുമാനമാണത്. കാരണം അവരെ സംബന്ധിച്ച് അവർ നില സുരക്ഷത മനസ്സിലാക്കി പിന്നെ അവർ ശല്യത്തിൽ വരില്ല. അതാണ് സൈക്കോളജിയോ, അതാണ് ഫിലോസഫി. കാരണം പോലീസുകാർ പ്രതിയെ തല്ലാണ്ടുണ്ടോ? പ്രതിക്ക് വേഷിക്കാണിച്ച് പോലീസുകാർ ക്ഷീണിക്കുന്നുണ്ട്, അണക്കുന്നുണ്ട്. കാരണം ഇവർ ആ ഫോഴ്സൊക്കെ ചെലുത്തണ്ടേ, എങ്കിലേ തല്ലുകൊള്ളാൻ പറ്റുള്ളൂ. എത്ര തല്ലാൻ പറ്റുമോ? തല്ല് നിസ്സാരമാണോ? അതുപോലെ ഇവർ പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് ഒതുക്കാൻ വേണ്ടി, അതിന് മെയിൻ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നിസ്സാര പാടാണ് പെടുന്നത്. ഇപ്പോൾ SIR പറഞ്ഞ് എത്ര വർഷത്തെ പഠനത്തിനത് കൊണ്ട് അതിനൊക്കെ ആവശ്യം എന്നറിയോ? മുസ്ലിങ്ങൾ ഈ പിന്നോക്കിൻ്റെ കൂടെ കൂടുതലുള്ള പേടികൊണ്ടാണ്. മുസ്ലിങ്ങൾ മാറി പിന്നെ അവർ വേറെ ആരെയും പേടിയില്ല. പിന്നോക്കിൽ എത്ര അവർക്ക് പേടിയില്ല, സവർണർക്ക് പേടിയില്ല, പിന്നെ ബാക്കി ദളിത് വന്നാലും പേടിയില്ല. പക്ഷെ മുസ്ലിങ്ങളല്ല, അവർ ഏകോദര സഹോദരന്മാരും സാഹോദര്യത്തും അതാണ്. അവർ 5-1 ഉണ്ടാലും അവർ ഇവരെ കൂടെ കൂടിയാൽ ഇടിച്ച് അയച്ചോലവും. പിന്നെ അത് എതിർക്കാൻ BJP സംഘപരിവാരം സാധിക്കില്ല. അപ്പോൾ എന്താ വേണ്ടത്? സംഘപരിവാരം ഞാൻ ഉദ്ദേശിക്കുന്നത് മുന്നോക്ക സമുദായം സാധിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അവർ പരമാവധി എതിർക്കും. അത് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ? ഇതല്ലേ യാഥാർത്ഥ്യം? ഇതാണ് സത്യം. ഈ സത്യം മനസ്സിലാക്കാനുള്ള പകുതി മുസ്ലിങ്ങളും ഇന്ത്യയിലുണ്ടെങ്കിൽ ആ സമുദായം രക്ഷപ്പെട്ട്
BJP രക്ഷപ്പെടും, സംഘ് വരെ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഈ പാമ്പ് കോണി കളിക്കും പോലെ കൊലയായിട്ട് നടക്കും, ഒരു സമാധാനമില്ലാതെ ജീവിച്ച് മുന്നോട്ട് പോകും. ഇത്രയും കാര്യമാണ് എനിക്ക് നിങ്ങൾ പറയാനാണ്. നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കാം. ഇതൊന്നും എന്നെ ബാധിക്കില്ല. ഞാനൊക്കെ വളരെ കുറച്ച് ദിവസങ്ങളെ ഇനി പോകത്തുണ്ടാവുള്ളൂ. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് വരും തലമുറക്ക് ഇതൊക്കെ ചിന്തിക്കാം, ഇപ്പോഴേ പോലും ചിന്തിക്കാം. ഇനി ബാബരി മസ്ജിദ് പോലെ എല്ലാം നശിപ്പിച്ച ശേഷം നിങ്ങൾ വിട്ടുകൊടുത്തില്ലേ, അങ്ങനെ ചെയ്യരുത്. ഇതെല്ലാം കഴിഞ്ഞ് സ്വന്തമായിട്ട് കേരളത്തിൽ പോലും BJP അധികാരത്തിൽ വന്നു ശേഷം നിങ്ങൾ പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കില്ല. പിന്നെ അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതില്ല, മനസ്സുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കും എന്ന് പറയുന്ന പിന്നോക്ക ന്യൂനപക്ഷ ദളിതുകൾ, അതിൽ നല്ലൊരു ശതമാനം ഉള്ളതുകൊണ്ട് BJPക്ക് അനുകൂലം, അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലമാണ്. നിങ്ങൾക്ക് മനഃശാസ്ത്രം അറിയില്ല, ഞങ്ങൾ പറഞ്ഞുതരാം, രഹസ്യമായി ചോദിച്ചു നോക്കും. RSS ആയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ദളിതുകളും പിന്നെ പിന്നോക്ക ഹിന്ദുക്കളുണ്ടെന്ന് ഇന്ത്യയിൽ. പിന്നെ നിങ്ങൾ ആര് സംരക്ഷിക്കുമെന്ന്, പിന്നെ മുന്നോക്ക് സംരക്ഷിക്കുമോ? അത് മനഃശാസ്ത്രം പഠിക്കണം, ഫിലോസഫി അറിഞ്ഞിരിക്കണം. അറിയണം കുഞ്ഞാക്ക് എന്ത് മനഃശാസ്ത്രം അറിയാം, എന്ത് ഫിലോസഫി അറിയാം. ഈ ജന്മന കുറെ പണക്കാരനല്ല, അതിനുശേഷം കുറെ പണം ഉണ്ടാക്കി അങ്ങനെ ഭരണത്തിൽ ഭാഗം ശീതള ചായ അനുഭവിച്ച് പോയതല്ലാതെ എന്ത് ഫിലോസഫി, എന്ത് സൈക്കോളജി അറിയാം. ഫിലോസഫി അറിയാമെങ്കിൽ 5ാം മന്ത്രിസ്ഥാനം ചോദിക്കാതിരിക്കുമോ? ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ചോദിച്ച് നാളിച്ച് കളഞ്ഞില്ലേ. എന്ത് സൈക്കോളജി, എന്ത് ഫിലോസഫി ലീഗ് നേതാക്കൾക്ക്, എന്ത് അംബേദ്കറെ കുറിച്ച് ചിന്തിക്കുന്ന അറിയുന്ന ഏത് നേതാവുണ്ടോ? ലീഗിലും യഥാർത്ഥ ശരി അംബേദ്കറെ കുറിച്ച് പഠിച്ച ആളുണ്ടോ? ഞങ്ങൾക്കല്ല, വർഷങ്ങളും പഠിച്ചിട്ട് കാൻഷാനോട് 20 വർഷത്തോളം കൂടെ ഉണ്ടായിരുന്നു. അതൊരു ശാസ്ത്രമാണ്. അംബേദ്കർ അതൊരു ഇസമാണ്. അതുപോലെ ഞങ്ങളുടെ ജനസംഖ്യാനുപാതി സംവരണം അതൊരു ഇസമാണ്. അത് ഇസം എന്ന് പറയുന്നത്. നിങ്ങൾ കൊച്ചായി കാണല്ലേ മൊയ്തീൻ ഷാ കൊച്ചാണെങ്കിൽ മൊയ്തീൻ ഗ്രൂപ്പ് വളരെ ശക്തമാണ്. അവിടെ ദയവ് ചെയ്ത് ഞാൻ ആമുഖമായിട്ട് ന്യൂസ് ഫ്ലാഷ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക. അല്ല ഓടിച്ചോന് അടക്കും പോലെ സംഘപരിവാർ ഇനിയും പണിയെടുത്ത് അവരും കഷ്ടപ്പെടും, മുസ്ലിങ്ങൾ അതിൻ്റെ തീർത്ത അനുഭവം എടുക്കണം, മറ്റുള്ളത് അത് മുതലെടുക്കും. അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.